ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ തോരനാണ്. ഞാനൊരു 6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതായിരിക്കും നമുക്ക് അല്പനേരം വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൻ്റെ കറയൊക്കെ പോകാനായിട്ടാണ് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരല്പം തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഒരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയുടെ കറയെല്ലാം പോയതിന് ശേഷം നമ്മളത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മെഴുക്ക് പുരട്ടി തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പിലയും ഉണക്കമുളകും നമ്മുടെ സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വഴുതനങ്ങയൊക്കെ ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ വഴുതനങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരല്പം നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ അല്പം നേരമൊക്കെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ഒരുപാട് നേരം അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം തുറന്ന് വെച്ച് കൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ വെന്ത് പകുതി വേവായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു അല്പം നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്, ടേസ്റ്റാണ്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.